കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുന്നു. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലൂക്കിഡ് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർഗോട്ടിത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സ്നേഹ മെർലിനെ പിടികൂടാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ മെർലിനെ കണ്ടെത്താൻ പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുമ്പോഴും സ്നേഹ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. ലഹരി കേസിലകപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മാതാവുമായുള്ള സൗഹൃദമാണ് സ്നേഹ മെർലിനെ കാസർഗോട്ടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി കള്ളക്കേസിൽപ്പെട്ടാണ് ജയിലിലെത്തിയതെന്നാണ് സ്നേഹ ഇവരെ വിശ്വസിപ്പിച്ചിരുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഇവരുടെ സഹോദരിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താണ് സ്നേഹ പീഡനത്തിന് ഇരയാക്കിയത്. ഇതുവഴി സഹോദരിയെയും സ്നേഹ ലക്ഷ്യമിട്ടെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. ചൈൽഡ് ലൈഫ് പ്രവർത്തകർ നടത്തിയ വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെർലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം വിവരങ്ങൾ ആരോടും പങ്കുവച്ചിരുന്നില്ല. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14-ന് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനും കേസുണ്ട്. ഇതോടെ സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയായ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർഗോട്ടേത്. തളിപ്പറമ്പിലെ CPI നേതാവ് K മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.